നമസ്കാരം, ഞാൻ ഷോണിമ. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ആദ്യം ബഹ്റൈനിൽ നിന്നുള്ള വാർത്തകളിലേക്ക്. ആഗോള സാമ്പത്തിക വ്യവസ്ഥയിൽ ബഹ്റൈൻ വഹിക്കുന്ന പങ്ക് ശക്തിപ്പെടുത്തുന്നതിന് പ്രതിജ്ഞാബദ്ധമാണെന്ന് ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ വ്യക്തമാക്കി. സ്വകാര്യ മേഖലയുമായി സഹകരിച്ച് ഉൽപാദനക്ഷമമായ തൊഴിലവസരങ്ങൾ വികസിപ്പിച്ചുകൊണ്ട് നിക്ഷേപ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനും മികച്ച രീതികൾ സ്വീകരിക്കുന്നതിനും ശാക്തീകരിക്കുന്നതിനും ബഹ്റൈൻ തുടർന്നും ശ്രമിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബഹ്റൈൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ രക്ഷാകർതൃത്വത്തിൽ ബാബൽ ബഹ്റൈൻ ഫോറം 2025 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഗോള വ്യാപാരം, സാമ്പത്തിക വളർച്ച, സുസ്ഥിര തൊഴിൽ എന്നിവയുടെ ഭാവി സാധ്യതകൾ പര്യവേക്ഷണം ചെയ്യുന്നതിനായി അന്താരാഷ്ട്ര സംഘടനകൾ, ആഗോള സാമ്പത്തിക നേതാക്കൾ, സ്വകാര്യ മേഖല തുടങ്ങിയവയെ ഒരുമിച്ച് കൊണ്ടുവരുന്ന മുൻനിര വേദിയാണ് ബാബൽ ബഹ്റൈൻ ഫോറം 2025. വികസിതവും വളർന്നുവരുന്നതുമായ സമ്പദ് വ്യവസ്ഥകൾക്കിടയിൽ സമഗ്രമായ സാമ്പത്തിക വികസനം വളർത്തിയെടുക്കുന്നതിനുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധത ഈ ഫോറം ലക്ഷ്യമിടുന്നു. ഇന്നത്തെ ആഗോള സമ്പദ് വ്യവസ്ഥയുടെ വെല്ലുവിളികൾക്ക് പ്രായോഗികമായ പരിഹാരങ്ങൾ തിരിച്ചറിയുക എന്നതാണ് ഫോറത്തിന്റെ ലക്ഷ്യം. മെയ് 9-10 ദിവസങ്ങളിൽ ബഹ്റൈൻ കേരളീയ സമാജത്തിൽ നടക്കുന്ന ഓപ്പൺ ഫോറത്തിൽ നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാൻ പി രാമകൃഷ്ണൻ, നോർക്ക റൂട്ട്സ് CEO അജിത് കൊളാശ്ശേരി എന്നിവർ പങ്കെടുത്ത് സംസാരിക്കുകയും നോർക്കയുമായി ബന്ധപ്പെട്ട വിവിധ പരാതികളും സംശയങ്ങളും ദൂരീകരിക്കുകയും കേരള സംസ്ഥാന സർക്കാർ പ്രവാസികൾക്ക് വേണ്ടി ആരംഭിച്ച വിവിധ ക്ഷേമ പദ്ധതികൾ വിശദീകരിക്കുകയും ചെയ്യുമെന്ന് കേരള സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള അറിയിച്ചു. ബഹ്റൈൻ കേരളീയ സമാജത്തിൽ നടക്കുന്ന വിവിധ പരിപാടികളിൽ ബഹ്റൈനിലെ മലയാളികൾ തങ്ങൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ മുന്നോട്ട് വയ്ക്കാനും പരാതികൾ സമർപ്പിക്കാനുള്ള മികച്ച അവസരമാണ് നോർക്ക റൂട്ട്സിന്റെ പ്രതിനിധികളുടെ സന്ദർശനത്തിലൂടെ സാധ്യമാകുന്നത് എന്നും ഈ അവസരം ഉപയോഗപ്പെടുത്താൻ ബഹ്റൈൻ മലയാളികൾ മുന്നോട്ട് വരണമെന്നും കേരള സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ, നോർക്ക റൂട്ട്സ് ഹെൽപ്പ് ഡെസ്ക് ചുമതലയുള്ള വർഗീസ് ജോർജ് എന്നിവർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് സമാജം ഓഫീസുമായോ 39291940 അല്ലെങ്കിൽ 36129714 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുകയോ ചെയ്യാം. ഉമ്മൻചാണ്ടിയുടെ പാത പിന്തുടർന്ന് സംശുദ്ധ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമെന്ന് ചാണ്ടി ഉമ്മൻ MLA. പുതുപ്പള്ളി MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ആദ്യമായി ബഹ്റൈനിൽ എത്തിച്ചേർന്ന ചാണ്ടി ഉമ്മന് ബഹ്റൈൻ OICC ദേശീയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബഹ്റൈൻ കേരളീയ സമാജത്തിൽ നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ചാണ്ടി ഉമ്മൻ MLA. കേരള രാഷ്ട്രീയത്തിൽ സംശുദ്ധ പൊതുപ്രവർത്തനം നടത്തുകയും പാവങ്ങളെ കരുതുവാൻ വേണ്ടി ഉമ്മൻചാണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ കൊണ്ടായിരിക്കും അടുത്ത തലമുറ ഉമ്മൻചാണ്ടിയെ സ്മരിക്കുന്നതെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. സ്വീകരണ OICC മിഡിൽ ഈസ്റ്റ് ജനറൽ കൺവീനർ രാജു കല്ലുംപുറം ഉദ്ഘാടനം ചെയ്തു. OICC ആക്ടിംഗ് പ്രസിഡന്റ് ബോബി പാറയിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിന് സംഘടനാ ജനറൽ സെക്രട്ടറി മനു മത്യു സ്വാഗതവും ട്രഷറർ ലത്തീഫ് ആയംചേരി നന്ദിയും രേഖപ്പെടുത്തി. യോഗത്തിൽ കേരള സമാജം ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ, AICC നേതാക്കന്മാർ അഡ്വക്കേറ്റ് ആരോ പ്രസാദ്, ഡോക്ടർ ശരവണകുമാർ, OICC തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി മുൻ പ്രസിഡന്റ് രാജേഷ് മുല്ലശ്ശേരി എന്നിവർ സംസാരിച്ചു. യോഗത്തിന് OICC നാഷണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാർ, പ്രസിഡന്റുമാർ, ജില്ലാ സെക്രട്ടറിമാർ, ദേശീയ നേതാക്കൾ, മറ്റു പ്രവർത്തകർ എന്നിവർ നേതൃത്വം നൽകി. BKS ഇൻഡോ ബഹ്റൈൻ ഡാൻസ് ആൻഡ് മ്യൂസിക് ഫെസ്റ്റിവൽ 4ാമത് എഡിഷൻ മെയ് 2-ന് ആരംഭിക്കുമെന്ന് BKS പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള അറിയിച്ചു. ബഹ്റൈനിലെ ഇന്ത്യൻ എംബസിയുടെയും ബഹ്റൈൻ കൾച്ചറൽ അതോറിറ്റിയുടെയും ഏഷ്യയിലെ ഏറ്റവും വലിയ കലാസാംസ്കാരിക പ്രസ്ഥാനമായ സൂര്യയുടെയും സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ഡാൻസ് ആൻഡ് മ്യൂസിക് ഫെസ്റ്റിവലിൽ ഇത്തവണയും ഇന്ത്യയിലെയും ബഹ്റൈനിലെയും പ്രമുഖ കലാകാരന്മാരാണ് എത്തിച്ചേരുക. ഇൻഡോ ബഹ്റൈൻ ഫെസ്റ്റിവൽ ഉദ്ഘാടന ദിവസമായ മെയ് 2 വെള്ളിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് ബഹ്റൈനിലെ ഇന്ത്യൻ അംബാസഡർ ഹിസ് എക്സലൻസി വിനോദ് K. ജേക്കബ്, ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP, ബഹ്റൈൻ ഇന്ത്യ സൊസൈറ്റി ചെയർമാൻ അബ്ദുൾ റഹ്മാൻ ജുമ, ഫൗലത്ത് CEO ദിലീപ് ജോർജ് തുടങ്ങിയവർ മുഖ്യ അതിഥികളായി പങ്കെടുക്കും. മെയ് 2-ന് ആരംഭിക്കുന്ന ഫെസ്റ്റിവലിൽ കർണാട്ടിക് വോക്കൽ സംഗീതത്തിൽ പ്രമുഖനായ സന്ദീപ് നാരായണൻ, 2ാം ദിവസമായ മെയ് 3-ാം തീയതി പ്രശസ്ത മാൻഡോലിൻ കലാകാരൻ U. രാജേഷ് എന്നിവർ കലാപരിപാടികൾ അവതരിപ്പിക്കും. ഇന്ത്യയിലെ പ്രമുഖ നർത്തകിമാരായ മേതിൽ ദേവിക, ആശാ ശരത്, ഉത്തര ശരത്, ബഹ്റൈനിലെ യുവഗായകനും മ്യൂസീഷ്യനുമായ മുഹമ്മദ് അസീരി, മലയാളത്തിലെ പ്രശസ്ത സിനിമാ പിന്നണി ഗായികയും ഗായത്രി വീണാവാദകയുമായ വൈക്കം വിജയലക്ഷ്മി, കർണാട്ടിക് വോക്കൽ മ്യൂസിക് രംഗത്തെ പ്രഗത്ഭനായ കുന്നംകുടി M. ബാലമുരളി കൃഷ്ണ തുടങ്ങിയവരാണ് വിവിധ ദിവസങ്ങളിലായി പങ്കെടുക്കുക. പ്രമുഖ കലാകാരനും സംഘാടകനുമായ സൂര്യ കൃഷ്ണമൂർത്തിയാണ് ഫെസ്റ്റിവൽ ഡയറക്ടർ. ഏവരെയും ബഹ്റൈൻ കേരളീയ സമാജം DJ ഹാളിലേക്ക് സ്വാഗതം ചെയ്യുന്നതായി ബഹ്റൈൻ കേരളീയ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ, ഫെസ്റ്റിവൽ കോർഡിനേറ്റർ പ്രശാന്ത് ഗോവിന്ദപുരം എന്നിവർ അറിയിച്ചു.
ലോക തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് പ്രവാസി വെൽഫെയർ നടത്തിവരാറുള്ള മെയ് ഫെസ്റ്റ് ഈ വർഷവും മെയ് ദിനത്തിൽ സിഞ്ചിലുള്ള പ്രവാസി സെന്ററിൽ സംഘടിപ്പിക്കും. മെയ് 1 വ്യാഴാഴ്ച രാവിലെ മുതൽ തുടങ്ങുന്ന മെയ് ഫെസ്റ്റിനോടനുബന്ധിച്ച് വിപുലമായ സാമൂഹിക സേവന പരിപാടികളാണ് പ്രവാസി വെൽഫെയർ ഒരുക്കിയിരിക്കുന്നത്. രാവിലെ 7 മണി മുതൽ തുടങ്ങുന്ന മെയ് ഫെസ്റ്റിൽ മെഡ് കെയറിന്റെ സഹായത്തോടെ മീറ്റ് യുവർ ഡോക്ടർ സൗജന്യ മെഡിക്കൽ കൺസൾട്ടേഷൻ ക്യാമ്പ്, മെഡിക്കൽ അവയർനെസ് ക്ലാസുകൾ, സ്ത്രീകളുടെ ആരോഗ്യം, ആയുർവേദത്തിലൂടെ വ്യായാമത്തിലൂടെ ആരോഗ്യം, വ്യായാമ പരിശീലനം, പ്രവാസി ക്ഷേമനിധിയിൽ അംഗത്വമെടുക്കുന്നതിനുള്ള ഹെൽപ്പ് ഡെസ്ക് തുടങ്ങി സ്ത്രീകൾക്കും കുടുംബങ്ങൾക്കും ഉൾപ്പെടെ പങ്കെടുക്കാൻ കഴിയുന്ന തരത്തിൽ വിവിധ പരിപാടികൾ അണിയിച്ചൊരുക്കിയിട്ടുണ്ട് എന്ന് പ്രവാസി വെൽഫെയർ ജനറൽ സെക്രട്ടറി CM മുഹമ്മദ് അലി അറിയിച്ചു. മെയ് ഫെസ്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് 35597784 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് എന്നും അദ്ദേഹം അറിയിച്ചു. ബഹ്റൈൻ മലയാളി ഫോറം സാഹിത്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെയ് 2 വെള്ളിയാഴ്ച കാവ്യനാഥം അരങ്ങുണർത്തും കവിതകളുമായി പ്രിയപ്പെട്ടവർ അരങ്ങിലെത്തുന്നു. മലയാളത്തിലെ പ്രമുഖരുടെ കവിതകളും ഒപ്പം തങ്ങളുടെ സ്വന്തം കവിതകളുമായി കവികളും കലാകാരന്മാരും പങ്കെടുക്കുന്ന വേദിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി ബഹ്റൈൻ മലയാളി ഫോറം സാഹിത്യ വിഭാഗം സെക്രട്ടറി ആശ രാജീവ് അറിയിച്ചു. സെഗയ മെഗാമാർട്ടിനടുത്തുള്ള ഫീനിക്സ് അക്കാദമിയിൽ നടക്കുന്ന പരിപാടിയിൽ എഴുത്തുകാരൻ നാസർ മുതുകാട് അതിഥിയായി പങ്കെടുക്കും. ബഹ്റൈനിലെ എല്ലാ സാഹിത്യപ്രേമികളെയും കവികളെയും മെയ് 2 നടക്കുന്ന പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതായി ദീപ ജയചന്ദ്രൻ, സജിത്ത് വെള്ളിക്കുളങ്ങര, ബാബു കുഞ്ഞിരാമൻ, അബ്ദുൽ സലാം, ബബിന സുനിൽ, റജീന ഇസ്മയിൽ എന്നിവർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 36175753 അല്ലെങ്കിൽ 37007608. ബഹ്റൈനിലെ പ്രമുഖ സാമൂഹിക സംഘടനയായ പ്രവാസി ലീഗൽ സെൽ ബഹ്റൈനിൽ സ്ഥാപിതമായതിന്റെ 3ാം വാർഷികം ഇന്ന് വൈകിട്ട് 7:30 ഉമലസത്തുള്ള കിംസ് ഹെൽത്ത് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്നു. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷന്റെ ചീഫ് ഓഫ് മിഷൻ ആയിഷത്ത് ഇഹ്മ ഷെരീഫ് മുഖ്യ അതിഥിയാകുന്ന ചടങ്ങിൽ ബഹ്റൈനിലെ ഇന്ത്യൻ സ്ഥാനപതി ഹിസ് എക്സലൻസി വിനോദ് കെ ജേക്കബ്, എക്സ്പാറ്റ് പ്രൊട്ടക്ഷൻ സെന്റർ മേധാവി സൗദി അത്തീം, വിവിധ അംബാസിഡർമാർ, LMRA ഇമിഗ്രേഷൻ അധികൃതർ, സാമൂഹിക സാംസ്കാരിക നേതാക്കന്മാർ എന്നിവർ പങ്കെടുക്കുമെന്നും പ്രവാസി ലീഗൽ സെൽ ഗ്ലോബൽ PROയും ബഹ്റൈൻ ചാപ്റ്റർ പ്രസിഡന്റുമായ സുധീർ തിരുനെല്ലത്തും ജനറൽ സെക്രട്ടറി ഡോക്ടർ റിത്തിൻ രാജും അറിയിച്ചു. പരിപാടിയിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നുവെന്നും ഇരുവരും അറിയിച്ചിട്ടുണ്ട്. പാലക്കാട് ആർട്സ് ആൻഡ് കൾച്ചറൽ തിയേറ്റർ മെയ് ദിനത്തോടനുബന്ധിച്ച് ബീച്ച് ക്ലീനിംഗ് സംഘടിപ്പിക്കുന്നു. മെയ് 1 വ്യാഴാഴ്ച രാവിലെ 7:30 ജുഫൈർ അൽ നജ്മ ക്ലബിന് പിറകിലായി നടക്കുന്ന ബീച്ച് ക്ലീനിംഗ് ഉദ്ഘാടനം ഡയറക്ടർ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ഫോളോ അപ്പ് ക്യാപിറ്റൽ ഗവർണറേറ്റ് ഹിസ് എക്സലൻസി യൂസഫ് ലോറിയെ നിർവഹിക്കും. ഈ ചടങ്ങിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നതായും ഭാരവാഹികൾ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 39871460 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ബഹ്റൈൻ കേരള നെറ്റീവ് ബോൾ ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ മെയ് 21 മുതൽ ന്യൂ സിഞ്ച് മൈതാനിയിൽ ആരംഭിക്കുന്ന 5ാമത് 2020 നാടൻ പന്തുകളി മത്സരത്തിന്റെ പോസ്റ്റർ പ്രകാശനം പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ നിർവഹിച്ചു. ഓൾഡ് സഗയ റെസ്റ്റോറന്റിലെ ഹാളിൽ നടത്തിയ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ബിജു കൂരപ്പോട് അധ്യക്ഷത വഹിച്ചു. OICC ഗ്ലോബൽ ജനറൽ സെക്രട്ടറി രാജു കല്ലുംപുറം, OICC ദേശീയ വൈസ് പ്രസിഡന്റ് ബോബി പാറയിൽ, OICC ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി മനു മാത്യു, BKNPF ജോയിന്റ് സെക്രട്ടറി സന്തോഷ് പുതുപ്പള്ളി, ട്രഷറർ ബോബി പാറമ്പുഴ, സൈജു ചാക്കോ തോമസ്, റോബി കാലായിൽ, സുബിൻ മാത്യു, സാജോ, ബുലു, ബിനു യുബി, സന്തോഷ് കെ മാത്യു, ജോൺസൺ ജോയൽ, റോബിൻ എംഹ്റാം എന്നിവർ പങ്കെടുത്തു. കൊല്ലം പ്രവാസി അസോസിയേഷൻ വിഷു ഈസ്റ്റർ ആഘോഷം കലവറ റെസ്റ്റോറന്റ് ഹാളിൽ വിപുലമായി ആഘോഷിച്ചു. KPA പ്രസിഡന്റ് അനോജ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിന് ജനറൽ സെക്രട്ടറി പ്രശാന്ത് പ്രഭുത്തൻ സ്വാഗതം ആശംസിച്ചു. ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റി ജനറൽ സെക്രട്ടറി ശ്രീകാന്ത് MS ഉദ്ഘാടനവും സാമൂഹ്യ പ്രവർത്തകനായ സെയ്ദ് ഹനീഫ വിശിഷ്ട അതിഥിയായും പങ്കെടുത്ത് സംസാരിച്ചു. KPA കലാസാംസ്കാരിക വിഭാഗം സൃഷ്ടിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച KPA വായനശാല എന്ന വെർച്വൽ ലൈബ്രറിയുടെ പോസ്റ്റർ സൃഷ്ടി ജനറൽ കൺവീനർ ജഗത് കൃഷ്ണകുമാർ KPA പ്രസിഡന്റ് അനോജ് മാസ്റ്ററിന് കൈമാറി. KPA സ്ഥാപക പ്രസിഡന്റ് നിസാർ കൊല്ലം, KPA വൈസ് പ്രസിഡന്റ് കോയിവിള മുഹമ്മദ് കുഞ്ഞ്, സെക്രട്ടറി അനിൽകുമാർ, സെക്രട്ടറി രജീഷ് പട്ടാഴി, KPA സ്ഥാപക ജനറൽ സെക്രട്ടറി ജഗത് കൃഷ്ണകുമാർ, KPA സ്ഥാപക സെക്രട്ടറി കിഷോർ കുമാർ, KPA സ്ഥാപക ട്രഷറർ രാജ് ഉണ്ണികൃഷ്ണൻ, മുൻ KPA അസിസ്റ്റന്റ് ട്രഷറർ ബിനു കുണ്ടറ എന്നിവർ പരിപാടിക്ക് ആശംസകൾ നേർന്നു. KPA ട്രഷറർ മനോജ് ജമാലിന്റെ ചടങ്ങിന് നന്ദി അറിയിച്ചു. തുടർന്ന് സൃഷ്ടി കലാകാരന്മാരുടെയും കുട്ടികളുടെയും നേതൃത്വത്തിൽ നടന്ന കലാപരിപാടികൾ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. KPA സെൻട്രൽ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, പ്രവാസി ശ്രീ കുടുംബാംഗങ്ങളും പരിപാടിയിൽ സന്നിഹിതരായി. ഇനിയൊരു ഇടവേള.
Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. ജമ്മു കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരവാദി ആക്രമണത്തിൽ തിരിച്ചടിക്കാൻ സൈന്യത്തിന് പൂർണ്ണാധികാരം നൽകിയതിനു പിന്നാലെ ദില്ലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നിർണായക യോഗങ്ങൾ ചേർന്നു. പ്രധാനമന്ത്രിയുടെ വസതിയിലായിരുന്നു നിർണായക യോഗങ്ങൾ. പാകിസ്ഥാനെതിരെ സാമ്പത്തിക ഉപരോധമടക്കം കൂടുതൽ നടപടികൾക്ക് ഇന്ത്യ ആലോചിക്കുകയാണ്. പ്രത്യേക പാർലമെന്റ് സമ്മേളനമെന്ന പ്രതിപക്ഷ ആവശ്യം സർക്കാർ പരിഗണിച്ചേക്കും. സാമ്പത്തിക സുരക്ഷ രാഷ്ട്രീയകാര്യ സമിതി യോഗങ്ങളാണ് ആദ്യം നടന്നത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ധനമന്ത്രി നിർമ്മല സീതാരാമൻ, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തുടങ്ങിയവർ യോഗങ്ങളിൽ പങ്കെടുത്തു. പിന്നാലെ കേന്ദ്ര മന്ത്രിസഭയും യോഗം ചേർന്നു. സിന്ധു നദീജല കരാർ മരവിപ്പിച്ച് പാകിസ്ഥാനെ പ്രതിരോധത്തിലാക്കിയതിനു പിന്നാലെ സാമ്പത്തിക ഉപരോധം ശക്തമാക്കാനാണ് നീക്കം. ഇറക്കുമതി അടക്കം നിലവിലുള്ള വാണിജ്യ ബന്ധം പൂർണ്ണമായും നിർത്തിയേക്കും. പാകിസ്ഥാനി വിമാനങ്ങളുടെ സഞ്ചാരം തടഞ്ഞ് ഇന്ത്യൻ വ്യോമപാത അടച്ചേക്കും. കപ്പൽ ഗതാഗതത്തിനും തടയിടാൻ സാധ്യത ഏറെയാണ്. അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാനെ തുറന്നുകാട്ടും. എംപിമാരുടെ സംഘത്തെ അറബ് രാജ്യങ്ങളിലേക്ക് അയച്ച് സാഹചര്യം വിശദീകരിക്കും. മന്ത്രിസഭാ യോഗത്തിന് ശേഷം വിവിധ മന്ത്രാലയ സെക്രട്ടറിമാരുമായും മോദി കൂടിക്കാഴ്ച നടത്തി. തിരിച്ചടിക്കാൻ സാഹചര്യവും സമയവും തീരുമാനിക്കാമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയതോടെ വിശദമായ പദ്ധതി സൈന്യം പ്രധാനമന്ത്രിക്ക് നൽകും. പ്രധാനമന്ത്രിയുടെ അനുമതിയോടെയാകും ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കുക. മെയ് 9 മോസ്കോയിൽ നടക്കാനിരിക്കുന്ന റഷ്യയുടെ വിജയ ദിനാഘോഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കില്ല. റഷ്യൻ വിദേശകാര്യ വക്താവ് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിനോടാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പഹൽഗാമിലെ ഭീകരാക്രമണത്തെ തുടർന്ന് നിലവിലുള്ള സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്താണ് പ്രധാനമന്ത്രി വിദേശയാത്ര മാറ്റിവെച്ചതെന്നാണ് നിഗമനം. പ്രധാനമന്ത്രിയുടെ തീരുമാനത്തിന് പിന്നാലെ കാരണം റഷ്യൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടില്ല. രണ്ടാം ലോക മഹായുദ്ധത്തിൽ നാസി ജർമ്മനിക്കെതിരായ വിജയത്തിന്റെ 80ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ചാണ് റഷ്യയിലെ പരിപാടി. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഉൾപ്പെടെ നിരവധി അന്താരാഷ്ട്ര നേതാക്കൾ റഷ്യയിലെത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി മോദിയും യാത്ര നിശ്ചയിച്ചിരുന്നെങ്കിലും പരിപാടിയിൽ നിന്ന് അവസാന നിമിഷം പിന്മാറുകയായിരുന്നു. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അതൃപ്തി ഉയർന്നതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിഹസിച്ച് പങ്കുവച്ച പോസ്റ്റർ കോൺഗ്രസ് പിൻവലിച്ചു. പഹൽഗാം വിഷയവുമായി ബന്ധപ്പെട്ട് പാർട്ടി വർക്കിംഗ് കമ്മിറ്റി സ്വീകരിച്ച നിലപാട് ഏവരും പിന്തുടരണമെന്ന് ഹൈക്കമാൻഡിന് പിന്നാലെ മാർഗനിർദ്ദേശം പുറത്തിറക്കി. എന്നാൽ പാകിസ്ഥാനും കോൺഗ്രസിനും ഒരേ സ്വരമെന്ന വിമർശനം ഉന്നയിക്കുകയാണ് BJP നേതാക്കൾ. പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ വിളിച്ച സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കാതെ ബീഹാറിലെ ഒരു റാലിയിൽ പ്രസംഗിക്കാൻ പോയ പ്രധാനമന്ത്രിയുടെ നടപടിയെയാണ് കോൺഗ്രസ് പരിഹസിച്ചത്. പാർട്ടി നേതൃത്വവുമായി വേണ്ടത്ര കൂടിയാലോചന ഇല്ലാതെയാണ് പോസ്റ്റർ എത്തിയതെന്നാണ് സൂചന. ഇക്കാര്യത്തിലുള്ള അതൃപ്തി ഹൈക്കമാൻഡ് സമൂഹ മാധ്യമങ്ങളിലൂടെ ചുമതലയുള്ള സുപ്രിയ ശ്രീനാഥേയും അറിയിച്ചതോടെയാണ് വിവരം. പോസ്റ്റർ ജനങ്ങൾക്കിടയിൽ വിപരീത ഫലം ഉണ്ടാക്കിയെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. പ്രശസ്ത ക്രിമിനൽ അഭിഭാഷകൻ BA ആളൂർ അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കിഡ്നി സംബന്ധമായ അസുഖത്തിന് ചികിത്സയിൽ കഴിയവെയായിരുന്നു അന്ത്യം. ആളൂർ അതീവ ഗുരുതരാവസ്ഥയിലെന്ന് ആശുപത്രി അധികൃതർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഒട്ടേറെ വിവാദമായ ഇലന്തൂർ നരബലി കേസ്, ഗോവിന്ദച്ചാമി പ്രതിയായ കേസ്, പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിനി കൊലക്കേസ് എന്നിവയിൽ പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകനായിരുന്നു ആളൂർ. 2 വർഷത്തിലേറെയായി വൃക്കരോഗത്തിന് ചികിത്സയിൽ കഴിയുകയായിരുന്നു. കഴിഞ്ഞ ദിവസം അസുഖം മൂർച്ഛിക്കുകയായിരുന്നു. ബിജു ആന്റണി ആളൂർ എന്നാണ് ഇദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. തൃശൂർ സ്വദേശിയാണ്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ആദ്യഘട്ടത്തിൽ പൾസർ സുനിയുടെ അഭിഭാഷകനായി അദ്ദേഹം ഹാജരായിട്ടുണ്ട്. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.